ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും ജനപ്രിയവുമായ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടികളിലൊന്നായ ഏഷ്യാനെറ്റ് ന്യൂസിലെ മുൻഷയിലൂടെ ശ്രദ്ധേയനായ അഭിനേതാവ് ഹരീന്ദ്രകുമാർ അന്തരിച്ചു. തിരുവനന്തപുരത്ത് വെച്ച് ഇന്നലെ രാത്രിയിലായിരുന്നു അപ്രതീക്ഷിതമായ അന്ത്യം സംഭവിച്ചത്. രാത്രി റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്നവർ അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണവിവരം അറിഞ്ഞതോടെ മാധ്യമ കലാരംഗത്തുള്ള നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. തിരുവനന്തപുരം ഇലപ്പോട് സ്വദേശിയായ ഹരീന്ദ്രകുമാർ കഴിഞ്ഞ ഏറെക്കാലമായി മുൻഷിയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. കേരളത്തിലെ സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും നർമ്മത്തിൽ ചാലിച്ചവതരിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളാണ് അദ്ദേഹം അവതരിപ്പിച്ചു പോകുന്നത്. മുൻഷിയിലെ മൊട്ട എന്ന കഥാപാത്രമായി ഹരീന്ദ്രകുമാർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കയ്യിലൊരു പൂവൻ കോഴിയെയും പിടിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വേഷം പ്രേക്ഷകർക്കിടയിൽ വലിയ പെട്ടെന്ന് സ്വീകാര്യത നേടി. രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളെയും നിലപാടുകളെയും സാധാരണക്കാരന്റെ കണ്ണിലൂടെ പരിഹസിക്കുന്ന ഈ പരിപാടിയിൽ ഹരീന്ദ്രകുമാറിന്റെ പ്രകടനം ഏറെ മികവുറ്റതായിരുന്നു. 2.5 പതിറ്റാണ്ടോളമായി മുടങ്ങാതെ സംപ്രേഷണം ചെയ്യുന്ന മുൻഷി കേരളത്തിലെ ഓരോ ദിവസത്തെയും പ്രധാന വാർത്തകളെ ആസ്പദമാക്കി തയ്യാറാക്കുന്ന പരിപാടിയാണ്. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങൾ ഒരു ചെറിയ കടത്തിണ്ണയിൽ ഒത്തുകൂടി നാട്ടുകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഇതിന്റെ ശൈലി. ഇതിൽ തന്നെ സ്വാഭാവികമായ അഭിനയത്തിലൂടെയും തിരുവനന്തപുരം ശൈലിയിലുള്ള സംസാരത്തിലൂടെയും ഹരീന്ദ്രകുമാർ വേറിട്ടു നിന്നു. അദ്ദേഹത്തിന്റെ അകാല വിയോഗം പരിപാടിയുടെ അണിയറ പ്രവർത്തകർക്കും സഹപ്രവർത്തകർക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സിനിമയെയും ടെലിവിഷനെയും പോലെ സ്നേഹിച്ചിരുന്ന ഹരീന്ദ്രകുമാർ അഭിനയത്തോടൊപ്പം തന്നെ മറ്റ് കലാരംഗങ്ങളിലും സജീവമായിരുന്നു. തിരക്കേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ ചിരിയുടെ മരുന്നും ചിന്തയുടെ കനലും പകരുന്ന മുൻഷിയിലെ മറ്റ് കഥാപാത്രങ്ങളായ ഹാജിയാർ, പണിക്കർ, സഖാവ്, കാര്യച്ചൻ എന്നിവരോടൊപ്പമുള്ള ഹരീന്ദ്രകുമാറിന്റെ നിമിഷങ്ങൾ മലയാളി പ്രേക്ഷകർ എന്തും ഓർക്കുന്നവയാണ്. സാധാരണക്കാരായ മനുഷ്യരുടെ ആകുലതകൾ ആക്ഷേപഹാസ്യങ്ങളിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമൊരു കഴിവുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ ഇലപ്പോട് ഭാഗത്ത് വെച്ചാണ് ഹൃദയസ്തംഭത്തെ തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീണതെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംസ്കാരം പിന്നീട് ഇലപ്പോട്ടുള്ള വീട്ടുവളപ്പിൽ നടക്കും. അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ മുൻഷി എന്ന പരിപാടിയിലെ ഒരു സുപ്രധാന കണ്ണിയാണ് അറ്റുപോയിരിക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനെയാണ് ഇതിലൂടെ കേരളത്തിന് നഷ്ടമാകുന്നത്. രാഷ്ട്രീയ ആക്ഷേപഹാസ്യ രംഗത്ത് തന്റേതായ ഒരിടം കണ്ടെത്താൻ ഹരീന്ദ്രകുമാറിന് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ കലാകേരളം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.